ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ക്യാബേജ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാപ്പിയൊക്കെ വെച്ച് രാവിലെ കുടിച്ചു. സമയം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ക്യാബേജ് തോരനാണ് വെക്കുന്നത്. കറി ഇന്നലത്തെ കറിയൊക്കെ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തോരൻ ഇന്ന് വയ്ക്കണം. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ട്, അതുകൂടി വറക്കണം. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. തിരക്കൊക്കെ കഴിയുമ്പം ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്തിരി വൈകിയത്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ തേങ്ങ ഇടാണ്ട് ഞാൻ വെക്കാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇതാ ക്യാബേജ് തോരനൊക്കെ ആയിട്ടുണ്ട്. ക്യാബേജ് തോരൻ വാങ്ങിയതിന് ശേഷം ആ അടുപ്പിൽ തന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. സമയം 7:30 ആയിട്ടുണ്ട്. ഞങ്ങളെന്നും 7:30ക്കാണ് ചായ വയ്ക്കാറുള്ളത്. അപ്പോൾ ചായയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ കറികളൊക്കെ ഉണ്ട്, അപ്പോൾ ഇന്ന് കറി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ട്, കിളിമീനാണ്, ചുമന്ന കളറിലുള്ള കിളിമീൻ വാങ്ങിയിട്ടുണ്ട്. അത് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അത് വറുത്താൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കണം കേട്ടോ. പിന്നെ ഇതാ രാവിലെ ദോശയാണ്. ദോശയ്ക്കുള്ള തക്കാളി ചട്നിയാണ് ഞാനിവിടെ അരയ്ക്കുന്നത്. അപ്പോൾ ഇതാ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴിതാ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും കൂടി വഴറ്റിയതിന് ശേഷം ആണ് കേട്ടോ ഇങ്ങനെ ചട്നി അരയ്ക്കുന്നത്. ഉപ്പൊക്കെ ഇട്ടിട്ട് മല്ലിത്തല ഇടാം, എല്ലാം കൂടി വഴറ്റിയിട്ട് നമ്മൾ അരയ്ക്കുക. തണുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യൽ ചട്നിയാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ദോശയും ചട്നിയൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാനിവിടെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ അടുക്കള നമുക്ക് പാത്രം കഴുകിയിട്ട് അടുക്കളയൊക്കെ ക്ലീനായിട്ടിരിക്കും. അപ്പോൾ അതും കൂടി ചെയ്യുകയാണ്. ഇനി ഇതാ നമ്മുടെ കിളിമീനാണ്, 1/2 കിലോയാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല ടേസ്റ്റായിട്ടത് വറുക്കാൻ. കറി വയ്ക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ മീനിന് പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുക. ഞങ്ങളുടെ ഈ പാലക്കാടൊക്കെ കിളിമീൻ എന്നാണ് പറയുക. നല്ല ടേസ്റ്റായിട്ടോ വറുക്കാൻ. അപ്പം അത് ഞാൻ നന്നാക്കുകയാണ്. അതിൻ്റെ മുള്ള് ഭയങ്കര ബലമാണ്, ചിലപ്പോൾ കയ്യിലൊക്കെ കുത്തി കയറും. നല്ല ചെതുമ്പലും ഉണ്ട്, ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടുത്തുള്ള ചേച്ചി തന്ന മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങ. കറി വയ്ക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് തന്നതാണ്, വലിയ മാങ്ങയാണ്. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് മാങ്ങക്കറി എന്തെങ്കിലും വെക്കാമല്ലോ. അപ്പോൾ നമ്മുടെ മീനെല്ലാം മസാലയൊക്കെ തേച്ച് ഞാനിതാ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വറക്കാൻ നേരത്തെ നമുക്ക് എടുക്കാമല്ലോ. മസാല പറഞ്ഞ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണയും കൂടി മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തിന്നാൻ ഒരു അരമണിക്കൂർ മുമ്പ് ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടോടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ തലയുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വൃത്തിയാക്കി അതും കൂടി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നമ്മുടെ പൂച്ചകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് 2 ദിവസത്തെ ഭക്ഷണമാവും. പിന്നെ ഞാൻ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരണം. അപ്പോൾ ഇവിടെ ബുക്കൊക്കെ അടുക്കി വയ്ക്കുക കേട്ടോ. ഇവിടെ ടീപ്പോയിൽ ബുക്കൊക്കെ അടുക്കി വയ്ക്കുകയാണ്. പിന്നെ ഈ സെറ്റീൻ്റെ കവറൊക്കെ ചുരുണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നീറ്റായിട്ടൊന്ന് വിരിച്ചിട്ടു. ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വാരണം. തുടയ്ക്കുന്നില്ല, ഇന്നലെ ഞാൻ തുടച്ചുകൊണ്ട് ഇന്ന് തുടയ്ക്കുന്നില്ല. 1-2 തുടയ്ക്കുള്ളൂ, അങ്ങനെ ചെളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടിച്ച് വാരുകയാണ്.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.